നമ്മുടെ കയ്യിൽ ഇപ്പോൾ റെഡ്മി നോട്ട് 10s എന്ന ഫോണുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി നോട്ട് 10sൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. നമ്മൾ ആദ്യം ബോക്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഫ്രണ്ടിൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 64 മെഗാ പിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട് എന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന അമോലെഡ് ഡിസ്പ്ലേയും ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബോക്സിൻ്റെ ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഫുള്ളായിട്ടുള്ള സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അൺബോക്സിങ്ങിൻ്റെ ടൈമിൽ പറയുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൻ്റെ 6GB റാം 64GB ഇൻറ്റേർണൽ വെർഷനാണ് ഇപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വില വരുന്നത് 14,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. എന്തായാലും നമുക്ക് ഈ ഒരു ഫോൺ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. മുമ്പ് ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്നും കൂടി കാണിച്ച് തരുന്നു എന്നേ ഉള്ളൂ. ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നത് ഫോണാണ്. ഫോൺ നമുക്ക് മാറ്റി വെക്കാം. ഫോൺ മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു കേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്ത ക്വാളിറ്റിയുള്ള ഒരു കേസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ റെഡ്മി നോട്ട് 10 എന്ന ഫോണിൻ്റെ കൂടെ വരുന്ന അതേ ഒരു ടൈപ്പ് കേസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. പിന്നെ ഡോക്യുമെൻറ്റേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ജസ്റ്റ് മാറ്റി വെക്കാം. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ടൈപ്പ് സി കേബിളും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാർജറിൻ്റെ ബ്രിക്ക് വരുന്നുണ്ട്. ഈ ഒരു ചാർജറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ബോക്സിൽ തന്നെ 33 വാട്ടിൻ്റെ ചാർജറും കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു ബോക്സിലെ കണ്ടൻസും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഫോണിൻ്റെ കാര്യം നോക്കാം. ഫോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോസ്മിക് പർപ്പിൾ എന്നുള്ള കളർ വേരിയൻ്റാണ് ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഓർഡർ ചെയ്യുന്ന സമയത്ത് തരക്കേടില്ലാത്ത ഒരു കളർ വേരിയൻ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഈ ഒരു കളർ വേരിയൻറ്റ് എനിക്ക് അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. റെഡ്മി നോട്ട് 10 എന്ന ഫോൺ എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ വൈറ്റ് കളർ വേരിയൻ്റ് ആയിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പം അതിനേക്കാളൊക്കെ ഈ ഒരു കളർ വേരിയൻറ്റ് ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു ഗ്ലിറ്ററിങ് ടൈപ്പ് ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവോൾ ഡിസൈൻ എന്ന പേരിൽ വിളിക്കുന്ന ഒരു ഡിസൈനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ എനിക്ക് അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പോർട്സും ബട്ടൺസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ വോളിയം ബട്ടൺ വരുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് പവർ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പവർ ബട്ടണിൽ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഇതിൽ അമോലെഡ് ഡിസ്പ്ലേ ഉണ്ടെങ്കിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഒന്നും കൊടുത്തിട്ടില്ല. പകരം സൈഡിലാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത്. പിന്നെ താഴെ സ്പീക്കർ ഗ്രില്ല് വരുന്നുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് ടൈപ്പ് സി ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഒരു മൈക്രോഫോൺ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെയും അടുത്തായിട്ട് നമ്മുടെ 3.5mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. ഇനി ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ സിം പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മുകൾ ഭാഗത്തായിട്ട് വേറൊരു സ്പീക്കർ ഗ്രില്ലും കൂടി വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ 2 സ്പീക്കർ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എന്നുള്ളത് അത്യാവശ്യം നല്ലൊരു ഫീച്ചർ തന്നെയാണ്. പിന്നെ ഒരു നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് IR ബ്ലാസ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പഞ്ചോൾ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഡിസൈൻ്റെ കാര്യത്തിൽ എനിക്ക് ഇത് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വെയ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 179 ഗ്രാമാണ് വരുന്നത്. അപ്പോൾ അധികം വെയിറ്റ് ഇല്ലാത്തൊരു ഫോണാണ് ഈ ഒരു ഫോൺ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞൊരു ഫോണൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ തിക്നെസ് 8.29mm ആണ് വരുന്നത്. അതും അധികം കൂടുതലൊന്നുമില്ല. പിന്നെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഫോൺ നമുക്ക് ഓണാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫോൺ നമ്മൾ ബൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനീഷ്യൽ ഇംപ്രഷനും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ ലാഗും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ല റെസ്പോൺസീവായിട്ടുള്ള UIയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഇനീഷ്യൽ ഇംപ്രഷനാണ്. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ MIUI സോഫ്റ്റ്വെയറാണ് വരുന്നത്. ഇതിൽ ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. MIUI 12.5.7 ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ബ്ലോട്ട്വെയർസ് ഉണ്ടോയെന്ന് വെച്ചാൽ കുറച്ച് ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ കാണാം. നെറ്റ്ഫ്ലിക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആമസോൺ, ഫേസ്ബുക്ക്, പ്രൈം വീഡിയോ ഇതുപോലെ ചില ആപ്പുകൾ ബ്ലോട്ട്വെയർസ് ആയിട്ട് ഇതിൽ വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാം. അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബ്ലോട്ട്വെയർസ് കുറേ അധികമൊന്നുമില്ല, എന്നാലും ഇതിൽ ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അൺഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 6.43 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഫുൾ HD റെസൊല്യൂഷനും കൊടുത്തിട്ടുണ്ട്. അമോലെഡ് ഡിസ്പ്ലേയും ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അധികം ഫോണുകളിലൊന്നും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇത് അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് 1100 നിറ്റ്സ് വരുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചിരുന്നത് ഇത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് അങ്ങനെയാണ് എന്നൊന്നും.
സാധാരണ ടൈപ്പ് ഡിസ്പ്ലേ തന്നെയാണ്, സാധാരണ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുമ്പം കിട്ടുന്നത്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസിൻ്റെ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല സൺലൈറ്റ് ഒക്കെ ഉള്ള കണ്ടീഷൻസിലോട്ട് പോകുമ്പം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് വല്ലാതെ ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്ന് വിചാരിച്ചിട്ട് മോശമല്ല, ഒരു ആവറേജ് ആയിട്ടുള്ള ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ കൂടിയ റിഫ്രഷ് റേറ്റൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റേ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് AMOLED ഡിസ്പ്ലേ കിട്ടുന്നതുകൊണ്ട് കൂടിയ റിഫ്രഷ് റേറ്റ് ഇല്ലാത്തത് വലിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ 150 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ടച്ച് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടേണ്ടതാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3D പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്, അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G95 എന്നുള്ള പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. നമ്മൾ നേരത്തെ റെഡ്മി നോട്ട് 10 എന്ന ഫോണിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ആ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗൺ 678 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. അപ്പം അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് വരുന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്യുവർ ഗെയിമിംഗ് പെർഫോമൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു റെഡ്മി നോട്ട് 10 എന്ന ഫോണിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ റെഡ്മി നോട്ട് 10s എന്ന ഫോണായിരിക്കും. അപ്പം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്യുവർ ഗെയിമിംഗ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടേണ്ടതാണ്. പിന്നെ LPDDR4Xൻ്റെ റാം ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ UFS 2.2 സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സറിൽ UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷേ ഫോണിൽ UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് എന്നുള്ള കാര്യം എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ഒരു ആൻസർ ആരും ഇതുവരെ ചെയ്തിട്ടില്ല. അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ 6 GB റാം വരുന്നുണ്ട്. ബേസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് 6 GB റാം കിട്ടുന്നുണ്ട്. 14,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള റെഡ്മി നോട്ട് 10 എന്ന ഫോണിൻ്റെ വില ഇപ്പം വരുന്നത് 14,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഞാൻ അതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ എടുത്തത്. പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രൈസിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് ഇതിൽ 4 GB റാമേ കിട്ടുന്നുള്ളൂ, എന്നാൽ ഇതിൽ 6 GB റാം കിട്ടുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പെർഫോമൻസിന് അതായിരിക്കും ബെറ്റർ. പിന്നെ ഈ ഒരു ഹീലിയോ G95 എന്നുള്ള പ്രോസസ്സറിൽ ചില ഹീറ്റിംഗ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് മൾട്ടി ലെയർ ഗ്രാഫൈറ്റ് ഷീറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനീഷ്യലി ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഹീറ്റിംഗ് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അത് മിക്കവാറും ഗെയിമിങ്ങിലൊക്കെയാണ് ഫീൽ ചെയ്യാൻ ചാൻസ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 2 സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് എന്നുള്ള കാര്യം. സ്പീക്കർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്പീക്കർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിലെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലൗഡാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് തന്നെ സൗണ്ട് കേൾക്കാനൊക്കെ കഴിയുന്നുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. മെയിൻ സെൻസർ എന്ന് പറയുന്നത് 64 മെഗാ പിക്സൽ സെൻസറാണ്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റെഡ്മി നോട്ട് 10 എന്ന ഫോണിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇവിടെ വരുന്ന 64 മെഗാ പിക്സലിന് പകരം 48 മെഗാ പിക്സലാണ് വരുന്നത്. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോസസ്സർ ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ക്യാമറ സെൻസേഴ്സും ഡിഫറെൻ്റ് ആണ്. ഇതിൽ രണ്ടിൽ ഏത് ക്യാമറയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എനിക്ക് റെഡ്മി നോട്ട് 10ൻ്റെ ക്യാമറയാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ചില ഇമേജസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കാണിക്കാം. പിന്നെ ഫ്രണ്ട് ക്യാമറയുടെ കാര്യത്തിലും ഇമേജ് കുറച്ചും കൂടി ഷാർപ്പായിട്ട് എനിക്ക് റെഡ്മി നോട്ട് 10ലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ റെഡ്മി നോട്ട് 10 ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ ഒരു ഫോണിൽ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഇമേജസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ നോയ്സ് കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 5000 mAhൻ്റെ ബാറ്ററി വരുന്നുണ്ട്. അത് മോശമൊന്നുമല്ല, അത്യാവശ്യം നല്ല ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടേണ്ടതാണ്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു ഫോണിൽ Z ആക്സസ് വൈബ്രേഷൻ മോട്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പോക്കോ X3 ആണ് യൂസ് ചെയ്യുന്നത്. അതിന് മുമ്പ് ഞാൻ ആ ഒരു ഫീച്ചർ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാക്കി എടുത്തിട്ടില്ല. പക്ഷേ ആ ഒരു ഫോൺ യൂസ് ചെയ്തതിന് ശേഷം അത് വളരെ നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ലൊരു വൈബ്രേഷൻ എഫക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ സിം കാർഡ് സ്ലോട്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു മെമ്മറി കാർഡ് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഫോണിൻ്റെ ബോക്സിൽ ഈ ഒരു സിം ഇജക്റ്റർ ടൂളും വരുന്നുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ ഇത് വർക്കാവുന്നുണ്ട്. കാര്യമായിട്ടുള്ള ഡിലേയും കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല, നല്ല ഫാസ്റ്റാണ്.
അതുപോലെ തന്നെ ഇതിൽ ഫേസ് അൺലോക്കിംഗ് ഫീച്ചറും ഉണ്ട്. ഫേസ് അൺലോക്കിംഗ് ഫീച്ചറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതും അത്യാവശ്യം തരക്കേടില്ലാതെ ഫാസ്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്, തരക്കേടില്ല എന്ന് പറയാം. പിന്നെ മറ്റൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഫോൺ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോവുക, എന്നിട്ട് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ റേസ് ടു വേക്ക് എന്നുള്ള ഫീച്ചർ ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ഓണാക്കിയിടുക. അത് ഓണാക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ലോക്ക് ചെയ്തിട്ട് ഫോൺ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ജസ്റ്റ് ഫോൺ എടുക്കുമ്പോൾ തന്നെ അത് അൺലോക്ക് ആവും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് അൺലോക്കിംഗ് ഫീച്ചർ എന്നുള്ളത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഫോൺ എടുത്തിട്ട് നമ്മൾ ഫേസിൻ്റെ നേരെ പിടിക്കുമ്പോഴത്തേന് ഓണായിട്ട് വരും. അപ്പം ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറും കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഫേസ് അൺലോക്കിങ്ങിന് ജസ്റ്റ് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ആ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇനീഷ്യൽ ഇംപ്രഷനും കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തരക്കേടില്ലാത്ത കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അമോലെഡ് ഡിസ്പ്ലേയും അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ തരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെഡ്മി നോട്ട് 10s എന്ന ഫോൺ നോക്കാവുന്നതാണ്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് ഈ ഒരു ഫോൺ. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇപ്പം എൻ്റെ കയ്യിൽ റെഡ്മി നോട്ട് 10 ഉണ്ട്, അതുപോലെ തന്നെ റെഡ്മി നോട്ട് 10s ഉണ്ട്. അപ്പം രണ്ട് ഫോണുകളും തമ്മിലുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കമ്പാരിസൺ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.